അപ്പം എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് NLP ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് NLPനെ പറ്റി ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റി ആണ് അത് സൂചിപ്പിക്കുന്നത്, അതായത് ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റി. ഇനി നമുക്ക് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ലേബൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൂവി കണ്ടു കഴിഞ്ഞിട്ട് ദിസ് മൂവി ഈസ് ഓസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് റിവ്യൂ ആണെന്നും ദിസ് പ്രൊഡക്റ്റ് ഈസ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് റിവ്യൂ ആണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം വൈ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് സ്പാം ഡിറ്റക്ഷൻ, അതായത് ഇമെയിലിലെ സ്പാം, നോട്ട് സ്പാം ഒക്കെ കണ്ടെത്തുന്നത്. പിന്നെ സെന്റിമെന്റ് അനാലിസിസ്, അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ റിവ്യൂസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്. പിന്നെ ന്യൂസ് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് സ്പോർട്സ് റിലേറ്റഡ് ആണോ, പൊളിറ്റിക്സ് റിലേറ്റഡ് ആണോ, ടെക്നോളജി റിലേറ്റഡ് ആണോ എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. പിന്നെ ചാറ്റ് ബോട്ട്സിൽ യൂസേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഇൻറ്റൻറ്റ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ ഇതിൽ സ്റ്റെപ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടൊരു ഡാറ്റ സെറ്റ് വേണം. ഇപ്പം നമ്മൾ ഇമെയിലൊക്കെയാണ് നോക്കുന്നത് വെച്ചാൽ ഇമെയിലാണ് ഒരു ഡാറ്റ സെറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ട്വീറ്റ്സോ റിവ്യൂസോ എന്തായാലും അതിലാണ് വരുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ IMDb മൂവി റിവ്യൂസിൻ്റെ ഒക്കെ ഡാറ്റ സെറ്റിനെ വേണമെങ്കിൽ പറയാം. പിന്നെ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ് ആണ്. ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരു 4 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിലൊന്നാണ് ടോക്കനൈസേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടോക്കനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇപ്പം I like AI എന്നുള്ള വേർഡാണ് I like AI എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കും. പിന്നെ ഉള്ളതാണ് സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, അതായത് നമ്മളെ വേർഡിൻ്റെ ഇടയ്ക്കുള്ള ഈസ്, ദ, എ പോലുള്ള വേർഡ്സ് ഒക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യും. അടുത്തതാണ് സ്റ്റെമ്മിങ് അല്ലെങ്കിൽ ലെമറ്റൈസേഷൻ. അതിൽ ഈ പ്ലേയിങ്, പ്ലേഡ് എന്ന് പറഞ്ഞ വേർഡൊക്കെ പ്ലേ എന്നുള്ളതിലേക്ക് മാറും. അതുപോലെ മെയിൻ വേർഡ് അതിൽ സെലക്ട് ചെയ്യുക. പിന്നെ വെക്ടറൈസേഷൻ നമുക്കറിയാം, ടെക്സ്റ്റിനെ ന്യൂമറിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതാണ് വെക്ടറൈസേഷൻ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഡൽ ബിൽഡിംഗ് ആണ്. മോഡൽ ബിൽഡിങ്ങിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ക്ലാസിക്കൽ മെഷീൻ ലേണിങ്ങും പിന്നെ ഡീപ്പ് ലേണിങ്ങും. ക്ലാസിക്കൽ മെഷീൻ ലേണിങ്ങിൽ നേറ്റീവ് ബയാസ്, അതിൽ ക്ലാസിക്കൽ ML വരുന്നത് നെയ്വ് ബയാസ്, ലോജിസ്റ്റിക് റിഗ്രഷൻ, പിന്നെ SVM ഒക്കെയാണ്. പിന്നെ ഡീപ്പ് ലേണിങ്ങിൽ വരുന്ന കാര്യങ്ങൾ RNN, LSTM, ട്രാൻസ്ഫോമേഴ്സ് ലൈക്ക് BERT, GPT ഒക്കെ. പിന്നെ അടുത്ത ഘട്ടമായിട്ട് വരുന്നത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റാസിൽ നിന്ന് മോഡൽ ലേൺ ചെയ്തെടുക്കും. പിന്നെ ടെസ്റ്റ് ഡാറ്റ സെറ്റിൽ മോഡൽ ചെക്ക് ചെയ്യും, അതായത് അതിൻ്റെ ആക്യുറസി ഒക്കെ കണ്ടുപിടിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് വരുന്നത് എവല്യൂഷൻ മെട്രിക്സ് ആണ്. എവല്യൂഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് പ്രോപ്പറായിട്ടുള്ള മോഡൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ചെയ്യണം എന്ന് നിർബന്ധമല്ല. അപ്പം മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഹൗ ഗുഡ് ദ മോഡൽ ഈസ്. അപ്പം അതിനാണ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. മെട്രിക്സിൽ ആക്യുറസി, പ്രിസിഷൻ, റീകോള്, F1 സ്കോർ ഇതൊക്കെ ചെക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നത്. അടുത്തത് ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇമെയിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ സ്പാംഡ് ഡിറ്റക്ഷൻ ആണ് നമ്മൾ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യം ഇമെയിൽ ഡാറ്റ സെറ്റ് എടുക്കും. പിന്നെ പ്രീ പ്രോസസ്സ്, അതിൽ നമ്മളെ സ്റ്റോപ്പ് വേർഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ടോക്കനൈസ് ചെയ്യും. പിന്നെ വെക്ടറൈസ് ചെയ്യും. പിന്നെ ആ മോഡലാകും. പിന്നെ ഔട്ട്പുട്ടിൽ അത് സ്പാം ആണോ നോട്ട് സ്പാം ആണോ എന്ന് കണ്ടെത്തും. അതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഹേറ്റ് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമർ സപ്പോർട്ട്, ചാറ്റ് ബോട്ട്സ് ഉപയോഗിച്ചിട്ട് അതിൽ പറ്റും, കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടി പറ്റും. പിന്നെ ഹെൽത്ത് കെയറിലാണെങ്കിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫിനാൻസ് സെക്ടറിലാണെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പിക്ക്. ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ബട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു NLP ടാസ്ക് ആണ്. ഹെൽപ്പിംഗ് മെഷീൻ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓർഗനൈസ് ഹ്യൂമൻ ലാംഗ്വേജ്. പിന്നെ പറയുകയാണെങ്കിൽ വിത്ത് AI പ്രോഗ്രസ്, ട്രാൻസ്ഫോമേഴ്സ് ബേസ്ഡ് മോഡൽ ലൈക്ക് BERT ആൻഡ് GPT ആർ ഗിവിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ആക്യുറസി. അപ്പോൾ അത് കൂടുതൽ ആക്യുറസി നൽകും. അപ്പോൾ അതാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.